അപ്പോൾ ഇന്ന് നമ്മൾ ബേബി ജോണിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മൾ ട്രെയിലർ റിയാക്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. തിരിച്ചെത്തിയിരിക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷം IFC ജീസസ് വിശാൽ മോഹൻദാസ് തിരിച്ചെത്തിയിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് കളിയാക്കലല്ല, നിങ്ങളെ മിസ് ചെയ്യുന്നതെന്ന് പറയുന്ന ഓഡിയൻസിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ബേബി ജോണിൻ്റെ ട്രെയിലർ കാണാം. ട്രെയിലർ ആലപ്പുഴ ടെർമിനൽ, കൈനേരി ടെർമിനൽ. ഇതൊക്കെ എപ്പോഴും ഷൂട്ട് ചെയ്തു കേട്ടോ, ടെർമിനലിലെ മൊത്തം. അപ്പോൾ ആ കൊച്ചിയല്ലേ? അതെ. ഞാൻ വരുന്നത് വരും. അച്ഛയുടെ വേറെ ഇവിടുത്തെ സാധനമൊക്കെ ഉണ്ടല്ലോ, പ്രാവൊക്കെ. കൈനേരി കൊച്ചി. ആ, ഇതൊക്കെ ഒരു എപ്പോൾ बिल्कुल सही है सर। पर क्या है यहाँ पे? दुनिया देखते तो इतने भोले भाले हो और बच्चों को वायरस सिखाते हो। ഞാനൊരു പാവം ബേക്കറിക്കാരൻ സാർ. വില്ലിലെ ട്രാക്ക് വേറെയാണേ അല്ലേ? ഇങ്ങനെ ട്രാക്കില്ലായിരുന്നല്ലേ? ഉണ്ടായിരുന്നു, മറ്റേ വൈറ്റസിലാണ്. तुम्हारा ये सुपर हीरो बन के घूमना है। ഏത് പാലം മനസ്സിലായോ? കൈനേരിയിലെ പൊളിച്ചോ? അതോ AFX ആണോ? AFX ആണ്. लाखों में एक बार ऐसा होता है जो मन से इनकार कर देता है, मोहब्बत को तोड़कर पुराने पल छोड़कर इंतजार करता है। और जब वो नहीं उड़ान करता है तो वो अपनी भूख मिटाने के लिए शिकार नहीं करता, वो दुनिया को अपनी ताकत दिखाता है। ഇതൊക്കെയാ നടക്കുന്നത് ഇവിടെ. ഹൈജാക്ക് ആരാധന മനസ്സിലായേ? സ്വാഭാവികം. മേരി ക്രിസ്മസ്. അതിൽ എല്ലാവർക്കും മനസ്സിലായി. കുറച്ച് നീളം കൂടി പോയി ട്രെയിലറിന്. പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു മൊത്തത്തിൽ ഇങ്ങനെ ആ പടത്തിൻ്റെ മൂഡ് എന്താണെന്ന് അറ്റ്ലിയുടെ പടമൊക്കെ പോലെ തന്നെ. അത് തന്നെ എനിക്ക് ആ മറ്റേ ഇമോഷണൽ സീൻ്റെ ഇത് വന്നില്ലേ, അത് മറ്റേ ജവാനിലെ മറ്റേ ആ സീക്വൻസ് പോലെ കുറച്ച് കൂടുതൽ കളർ പാറ്റേണും മൊത്തത്തിൽ അറ്റ്ലി ചെയ്യുന്ന പരിപാടികൾ. അതിനകത്ത് വില്ലൻ കുറെ കൂടി സ്ട്രോങ് ആണ്. മറ്റേനേക്കാൾ വേറൊരു ട്രാക്കാണ് തോന്നുന്നു. അതായത് പുള്ളിയെ മറ്റേന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എങ്ങനെ ഫിസിക്കലി വലിയൊന്നുമല്ല. പുള്ളി മറ്റേ എങ്ങനെ മറ്റേതെന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, അത് 3D റീമേക്കാണ്. അത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ. അറിയാത്തവരായിട്ട് ഇത് കാണുമ്പോൾ മനസ്സിലാവാത്ത ആൾക്കാരൊന്നും അല്ല, അവർക്കേ അറിയാത്തുള്ളൂ, ബാക്കി ആർക്കും. അതെ, അവരിത് കാണുമ്പോൾ പറയും, എടാ ഈ സിനിമ വിജയ് തമിഴ് റീമേക്ക് ചെയ്തിട്ടുണ്ടത്. ജോണായിട്ട് നമ്മൾക്ക് അറിയാത്ത ആളൊന്നുമല്ല. പക്ഷേ മൊത്തത്തിൽ ഒരു ആ കഥ എടുത്ത് ഭയങ്കര സ്കെയിൽ ചെയ്തേക്കാം. ആ സ്കെയിൽ ചെയ്യുമ്പം എന്തൊക്കെ ഒരുപാട് വ്യത്യാസം വരുത്തുന്നുണ്ട്. ഇടയ്ക്ക് ഫൈറ്റ് സീക്വൻസിലൊക്കെ എനിക്ക് കണ്ടിട്ട് നമുക്ക് ഓൾറെഡി മറ്റേ പടത്തിൽ ഏതൊക്കെ ഫൈറ്റ് ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ അത് കൂടാതെ എക്സ്ട്രാ കുറച്ച് ഫൈറ്റ്, ആ കുതിരപ്പുറത്ത് വരുന്ന സാധനങ്ങളൊക്കെ എവിടെയാ പ്ലേസ് ചെയ്യുന്നത്. 3D പോലത്തെ കുറെ എലമെന്റ്സ് ഇല്ല, 3D ഒന്നും വരാൻ ചാൻസ് ഇല്ല. മറ്റൊരു ബിൽഡിംഗ് ഫൈറ്റ് തെരക്കാത്തൊരു ബിൽഡിംഗ് ഫൈറ്റ് ഇല്ലേ ഇവിടെ? ഹാർബറാ, ബിൽഡിംഗ് അല്ല, ഹാർബറിനകത്ത് വെച്ച ഫൈറ്റ് മനസ്സിലായില്ല. അതാണ് മറ്റേ കുതിരപ്പുറത്ത് വരുന്ന സാധനം. പക്ഷെ മൊത്തം വിഷ്വലി രസമുണ്ട്.
നമ്മളെ കാര്യം പിടികിട്ടി കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി. പിന്നെ ആക്ച്വലി ആലപ്പുഴക്കാർക്ക് എസ്പെഷ്യലി കൈനഗിരിയിൽ ഒരുപാട് പോർഷൻസ് ഷൂട്ട് ചെയ്തു. ആലപ്പുഴക്ക് ഇത്രയും കളർ ഉണ്ടായിരുന്നു. അത് ഒരുപാട് സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ബസ് വീഴുന്ന പാലം ഇല്ലേ, അതൊക്കെ കൈനഗിരിലുള്ള മറ്റേ ഷൂട്ടിങ്ങിന് വേണ്ടി ആ ഒരു ഏരിയ ഒക്കെ നന്നായി കാണുമല്ലോ. അതെ. അല്ല, ഞാനത് കാണാൻ ആലോചിച്ചു കുറെ. ആ ടെർമിനൽ ആക്ച്വലി ഹൗസ് ബോട്ട് ടെർമിനലിൽ കുറച്ചധികം ആ സോങ്ങിലാണ് യൂസ് ചെയ്തത്. ഇല്ല അറിയത്തില്ല, നമുക്കറിയില്ല. മറ്റേ തെലുങ്ക് മറ്റേ ഒന്ന് രണ്ട് ഷൂട്ട് അറിഞ്ഞായിരുന്നു. പക്ഷേ ഈ ബേബി ജോണിന്റെ ഷൂട്ടൊക്കെ വരുമ്പോൾ അവർ മൈൻഡ് ചെയ്യാത്തൊന്നുമില്ല. എന്നാലും ഒരു ഷൂട്ട് നടക്കും. ഇതൊക്കെ ഉണ്ടോ അതിന്റെ അറേഞ്ച്മെന്റ്? കൊച്ചിയിലൊക്കെ മൊത്തം അവര് ബലൂണും അതും ഇതൊക്കെ വിളക്കൊക്കെ കത്തിച്ച് അത് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, കളറാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അറിയുമല്ലോ ഇത്രയും നമ്മുടെ ഇങ്ങനെ രണ്ട് നായകൻ മറ്റേ ജോൺ എബ്രഹാമൊക്കെ വന്നിട്ട് അവരിമ്പോ നടന്നു പോകുന്ന സീനൊക്കെ ഉള്ളു. ഇതെന്ന് പറഞ്ഞാൽ അവര് പണിഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാ ഫ്രെയിമും ഭയങ്കര വൃത്തിയായിട്ട് കുറച്ചധികം റിച്ച് ആയിട്ട് അവർ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ തമന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ഈ പറഞ്ഞ പോലെ യൂഷ്വൽ ഹിന്ദി പടത്തിന്റെ മൂഡല്ല മ്യൂസിക് ഇല്ലേ, മൊത്തത്തിൽ ഒരു വിചിത്ര മിക്സ് ആണ്. തമന്റെ മ്യൂസിക്, ഹിന്ദി പടം, കേരളത്തിൽ വന്ന് ഷൂട്ട്, പ്രൊഡ്യൂസർ തമിഴൻ അല്ലേ, ഡയറക്ടർ തമിഴാണല്ലോ. ഡയറക്ടർ തമിഴൻ കലീസ്. ഒരു വ്യത്യസ്ത മിക്സ് ആണ്. ഇപ്പൊ പാൻ ഇന്ത്യൻ പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ പടം എല്ലാ ഭാഷയിലും റിലീസ് ചെയ്യുന്നതിന് പകരം പല ഭാഷയിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഒരു മിക്സ് അറിയില്ല എന്താവും അവർക്ക് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പൊ പുഷ്പയുടെ ഒക്കെ വിജയം കണ്ടില്ലേ. പുഷ്പയൊക്കെ ഇപ്പൊ ആക്ച്വലി 1000 കോടി അടിക്കാറായില്ലേ. അടിക്കും, ഇപ്പം ഡെഫിനറ്റ്ലി അടിക്കും. ഇവിടെ കേരളത്തിൽ എങ്ങനെയാ? കേരളത്തിൽ ഭയങ്കര മിക്സ്ഡ് റെസ്പോൺസ്. ഏറ്റവും കൂടുതൽ മിക്സ്ഡ് റെസ്പോൺസ് വന്നിരിക്കുന്നത് കേരളത്തിലാണ്. ഇപ്പം എല്ലായിടത്തും ഈ നെഗറ്റീവ് ടു എന്താ പറയുക മിക്സ്ഡ് ആണ് മെജോറിറ്റി ഉള്ളത്. പക്ഷേ നോർത്ത് സൈഡിൽ ഭയങ്കര പോസിറ്റീവാണ്. ഭയങ്കര പോസിറ്റീവ് എന്ന് വെച്ചാൽ നോർത്ത് സൈഡ് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ എന്താ പറയുക ഉള്ളേരിയയിലേക്ക് ഏരിയയിലേക്ക് കുറച്ചുകൂടെ ഭയങ്കര നല്ല ആക്സെപ്റ്റൻസ് ആണ്. കാരണം അവർ പോയത് പൈസ കൊടുത്ത് കാണാൻ ചെല്ലുന്ന ടൈപ്പ് ഒരു പടമായതുകൊണ്ട് അവർ ആസ്വദിക്കുന്നു. പക്ഷേ എല്ലായിടത്തും ഈ സിനിമയ്ക്ക് ഇപ്പം നമ്മൾ ഉൾപ്പെടെ പടം കണ്ടിട്ട് പറഞ്ഞ റിവ്യൂവിൽ ഒരു ഭയങ്കര മിക്സ്ഡ് ഒപ്പീനിയൻ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മിക്സ്ഡ് ഒരു നെഗറ്റീവാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പുഷ്പയുടെ റിവ്യൂ അല്ലെങ്കിലും ഈ ഭാഷ മാറുമ്പോൾ ഭയങ്കരമായിട്ട് വ്യത്യാസം പടത്തിന് വരുന്നുണ്ട്. അത് ഭാഷ മാറിയാലും ഒരു കമൻറ്റിലുണ്ടായിരുന്നു, ഭാഷ മാറിയാലും സ്ക്രീനിൽ കാണുന്ന സെയിം അല്ല. പക്ഷെ അത് അങ്ങനല്ല, അത് മാറി കണ്ടു നോക്കും പറയാം, പല ഭാഷയും കണ്ടു നോക്കും പറയാം, ഭയങ്കര വ്യത്യാസം. കാരണം തെലുങ്കിൽ സിംഗ് സൗണ്ടിലും കണ്ടേ അവർ ചെയ്തേക്കുന്നത്, തമിഴ് ഡബ്ബാണ്, മലയാളം ഡബ്ബാണ്. അപ്പം മാറിക്കാണാൻ ഭയങ്കര ഡിഫറൻസ് ആണ്. സൗണ്ട് വരുത്തുന്ന ഡിഫറൻസ് പടത്തിന് അത് എമോഷൻസ് മാറും, എല്ലാം മാറും. ആക്ടിങ് ഉൾപ്പെടെയൊക്കെ കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ അതേ ഒരു പാറ്റേൺ ആ ഒരു പാറ്റേൺ പിന്തുടർന്നാണ് ഇപ്പോൾ ഈ പടം വരുന്നത് അല്ലേ. അതായത് കുറച്ച് ഫ്ലേവർ, അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫ്ലേവർ ഉള്ള ഒരു നോർത്ത് ഇന്ത്യൻ പടം എന്നുള്ള സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പടം ബേസിക്കലി സൗത്ത് ഇന്ത്യൻ പടത്തിന്റെ റീമേക്ക് ആയതുകൊണ്ട് എന്താണ് അവർ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ചേർത്തേക്കുന്നതാണ്. വരുന്നവൻ അതെ, ജാക്കി ഷ്രോഫ്, വരുന്നവൻ, ഭായിജാനാണ് അവരുടെ ഒറ്റ ഫ്ലേവറേ ഉള്ളൂ. ഭായിജാൻ ഓപ്പണിംഗ് ഭയങ്കരമായിരിക്കും. ഭായിജാന്റെ പേര് ഭയങ്കര ഓപ്പണിംഗ് ആയിരിക്കും. ഇനി ഒരു ടീസർ ഇറക്കി ഭായിജാന്റെ 2 ഇടിയും കൂടെ കാണിക്കായിരുന്നാൽ മതി. അത് തന്നെ. പക്ഷെ ആക്ച്വലി അങ്ങനെയുള്ള ഒരു എലമെന്റ് ഇവർ എന്തിനാണ് ഈ ട്രെയിലറിലൊക്കെ വെക്കുന്നത് എനിക്ക് മനസ്സിലാവും. നോർത്തിൽ അത് ശരിക്കും വർക്കാനായിരിക്കും. അതിന്റെ പേരിലായിരിക്കും ഇപ്പൊ നല്ല വ്യൂ വേണമെന്നില്ല ഇപ്പൊ ഈ 2 മണിക്കൂറിൽ. അതെ, അത് ഇവർ ഉദ്ദേശിക്കുന്ന സംഭവം മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ആൾക്കാരെ ഈ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് പുള്ളിയുടെ ഒരു ഗസ്റ്റ് റോള് പോലും നമ്മുടെ ട്രെയിലറിനകത്ത് ഇവർ ടീസ് ചെയ്യുന്നത്.